കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ പ്രീണന രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും സാധാരണക്കാരായ മുസ്ലിങ്ങൾ ദരിദ്രരാണ്. കോൺഗ്രസ് ദുഷ്ട ലാക്കോടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അതുവഴി മുസ്ലിം സമുദായത്തിന് എന്ത് മെച്ചമാണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പോഴും ദാരിദ്ര്യവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മുസ്ലിങ്ങൾക്ക് അവഗണന, നിരക്ഷരത, അതുപോലെ തൊഴിലില്ലായ്മ എന്നിവ മാത്രമാണ് അവശേഷിക്കുന്നത്. ഭരണഘടനാപരമായ അവകാശങ്ങൾ പ്രീണനത്തിനായി ബലികഴിപ്പിക്കപ്പെട്ടു. വോട്ട് ബാങ്ക് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. 2013 വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി തീവ്രവാദികളെയും ഭൂമാഫിയകളെയും പ്രീണിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നടന്നതെന്നും വ്യക്തമാവുകയാണ്. വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം എടുത്തു പറഞ്ഞ ചില വാക്കുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. വഖഫിനെ നിശിതമായി എതിർക്കുന്ന കോൺഗ്രസ് പാർട്ടി മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനായിട്ടോ അവരുടെ നല്ലതിനോ അല്ല മുൻഗണന കൊടുക്കുന്നത്. വെറും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ അവരുടെ പെട്ടിക്കുള്ളിൽ വീഴാൻ വേണ്ടിയുള്ള രണ്ടും ഘട്ട രാഷ്ട്രീയമാണ് പയറ്റുന്നത്. ഇവിടെ കൃത്യമായ വാക്കുകൾ തന്നെയാണ് പ്രധാനമന്ത്രി പ്രയോഗിച്ചിരിക്കുന്നതും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രീണന രാഷ്ട്രീയം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന വെല്ലുവിളിയാണ്. വഖഫിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ച പ്രീണന രാഷ്ട്രീയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതൊരു പുതിയ പ്രതിഭാസമല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ പ്രീണനത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന്, അതുപോലെ സ്വാതന്ത്ര്യം നേടിയ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്വാതന്ത്ര്യം നേടുന്നതിന് ഇന്ത്യ എന്തുകൊണ്ടാണ് വിഭജനത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നത്? അക്കാലത്ത് ദേശീയ താല്പര്യത്തെക്കാൾ അധികാരത്തിന് മുൻഗണന നൽകിയതാണ് ഇതിന് കാരണം. പ്രത്യേക രാഷ്ട്രീയം എന്ന ആശയം സാധാരണ മുസ്ലിം കുടുംബങ്ങളുടെ അഭിലാഷങ്ങൾ വേരൂന്നിയതല്ല, മറിച്ച് അധികാരത്തിനായുള്ള ഏക അവകാശവാദം നേടിയെടുക്കുന്നതിനായി ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെ ഏതാനും തീവ്രവാദികളാണ് പ്രചരിപ്പിച്ചത്. പ്രീണന രാഷ്ട്രീയത്തിലൂടെയാണ് കോൺഗ്രസ് അധികാരം നേടിയെടുത്തതെന്നും ചില തീവ്രവാദ നേതാക്കൾ സമ്പത്ത് സമ്പാദിച്ചതും. എന്നാൽ സാധാരണ മുസ്ലിങ്ങൾക്ക് പകരമായി എന്താണ് ലഭിച്ചത്? ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മുസ്ലിങ്ങൾക്ക് അവഗണന, നിരക്ഷരത, അതുപോലെ തൊഴിലില്ലായ്മ എന്നിവ അവശേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പ്രീണനത്തിനായി ബലികഴിപ്പിക്കപ്പെട്ടു. ഷെഹ്ബാനു കേസ് ഉദ്ധരിച്ച് മുസ്ലിം സ്ത്രീകൾ അനീതി നേരിടുന്നുണ്ട് എന്നും, അതുപോലെ സ്ത്രീകളെ നിശബ്ദരാക്കുകയും ചോദ്യം ചെയ്യാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഇതിനു പുറമെ ഇന്ത്യയിലെ സാമൂഹിക നീതിയുടെ കാതലായ ആശയത്തിന് അടിസ്ഥാനപരമായി വിരുദ്ധമായ പ്രീണന രാഷ്ട്രീയം, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുള്ള ഒരു ഉപകരണമായി ഇത് ഉപയോഗിക്കുന്നതിനെ ചില പാർട്ടികളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. 2013 വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി തീവ്രവാദികളെയും ഭൂമാഫിയകളെയും പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഭരണഘടനയ്ക്ക് മുകളിലാണ് എന്ന മിഥ്യാധാരണ ഈ ഭേദഗതി സൃഷ്ടിച്ചുവെന്നും ഭരണഘടന തുറന്നിട്ട നീതിയിലേക്കുള്ള വഴികളെ തന്നെ പരിമിതപ്പെടുത്തിയതായും പറയപ്പെടുന്നു. 2013 കൊണ്ടുവന്ന ഭേദഗതിയുടെ പ്രതികൂല ഫലങ്ങൾ നിരവധിയാണ്. ഇത് ഭൂമാഫിയകളെ ധൈര്യപ്പെടുത്തി. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭൂമിയിലുള്ള വഖഫ് അവകാശവാദങ്ങൾ, ഹരിയാനയിലെ ഗുരുദ്വാര ഭൂമിയെക്കുറിച്ചുള്ള തർക്കങ്ങൾ, കർണാടകയിലെ കർഷകരുടെ ഭൂമിയിലുള്ള അവകാശവാദങ്ങൾ എന്നിവ ഉദാഹരണമായി നമുക്കെടുക്കാം. കൂടാതെ സംസ്ഥാനങ്ങളിൽ ഉടനീളമുള്ള ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയും ഇപ്പോൾ NOCയിലും അതുപോലെ നിയമപരമായ സങ്കീർണതകളിലും കുടുങ്ങിക്കിടക്കുകയാണ്. കൂടാതെ ഇന്ത്യ സാവധാനത്തിൽ പുരോഗമിക്കുന്നുവെന്ന് കരുതിയിരുന്നവർ ഇപ്പോൾ വേഗതയേറിയതും ഭൂമി ഇല്ലാത്തതുമായ ഒരു ഇന്ത്യക്കാരെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. ആഗോളതലത്തിൽ നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ ഇരട്ടി വേഗത്തിൽ മുന്നേറി. ഒരു ദശാബ്ദത്തിനുള്ളിൽ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം ഇരട്ടിയായി. അതുപോലെ ഇന്ത്യ ഉടൻ തന്നെ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുകയും ചെയ്തു. അത്തരം ആത്മവിശ്വാസം എനിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കുകയാണ്. അതേസമയം അദ്ദേഹം വഖഫ് നിയമത്തെ വാനോളം പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. വഖഫ് ഭേദഗതി നിയമം ഇപ്പോൾ മുസ്ലിം സമൂഹം ഉൾപ്പെടെ എല്ലാ സമുദായങ്ങളുടെയും താല്പര്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്നും, വഖഫിന്റെ പവിത്രത ഇപ്പോൾ സംരക്ഷിക്കപ്പെടുമെന്നും, പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം ഇക്കൂട്ടത്തിൽ തന്നെ വ്യക്തമാക്കുകയാണ്. വഖഫ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ച ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ 2ാമത്തെ ചർച്ചയായിരുന്നു. ഇരു സഭകളിലുമായി 16 മണിക്കൂർ ചർച്ച നടത്തുകയും ചെയ്തു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 38 മീറ്റിംഗുകൾ നടത്തുകയും 128 മണിക്കൂർ ചർച്ചയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു.
കൂടാതെ തന്നെ രാജ്യത്തുടനീളം 1 കോടിയോളം ഓൺലൈൻ നിർദ്ദേശങ്ങൾ ലഭിച്ചു. ഇന്ത്യയിലെ ജനാധിപത്യം ഇനി പാർലമെന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് പൊതുജന പങ്കാളിത്തത്തിലൂടെ തന്നെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്നതാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.